ഹലോ മച്ചാമാരെ മച്ചാത്തികളെ എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മളേതായാലും ഒരു വ്ളോഗാണ്, പുതിയൊരു വ്ളോഗ്. നിങ്ങളെല്ലാവരും വ്ളോഗ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. നമ്മളേതായാലും ഒരു സംഭവമാണ്, അത് ഞാൻ തന്നെ വന്നിപ്പം പറയാം. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ കറൻലി ചേർത്തലയാണ്, ആലപ്പുഴ ജില്ല. നിങ്ങൾക്കറിയായിരിക്കും, ഞാൻ പഠിക്കുന്ന അവിടെയാണ്. അപ്പം മെയിനായിട്ട് അതാണല്ലേ. പിന്നെ നമ്മൾ ട്രെയിൻ യാത്രയാണ് സ്റ്റാർട്ടിങ്ങിന് വരുന്നത്. ഈ തലട്ട് വരുന്നുണ്ടോ, അത് ഞാൻ വേറത്ത്, അതാണ് നമ്മളെ ഷായി. അപ്പോൾ ആക്ച്വലി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാര്യം വെച്ചാൽ 3 ഡേ 3 ഡിസ്ട്രിക്ട് ചലഞ്ചാണ്. ചലഞ്ച് ഒന്നും പറയാൻ പറ്റൊന്നുമില്ല. 3 ജില്ലയിൽ 3 കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ഓടി പിടിച്ച് പോകുന്നതിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെയാണ്. അപ്പം ആക്ച്വലി കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വ്ളോഗും കാര്യങ്ങളും തുടരെ വരും. അപ്പോൾ നിങ്ങളേതായാലും സ്റ്റേ ട്യൂൺ ചെയ്തിരിക്കാം. മൈക്കില്ലാത്തതുകൊണ്ടാണ് ഇതുണ്ടോ, ഇതാണ് ഇപ്പോൾ എൻ്റെ മൈക്ക്. ക്ലിയർ എങ്ങനെ അറിയത്തില്ല, കാരണം കോഴിക്കോട് ടൗണിലാണ്. അപ്പോൾ അതിൻ്റെതായ ഒറ്റപ്പാടും ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതും ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാം. അപ്പോൾ അത് നിങ്ങളേതായാലും ചേർത്തലെന്ന് ഞാൻ വണ്ടി കയറുന്ന ഇതിലേക്ക് തുടങ്ങും, അങ്ങോട്ട് പോകും. ഏതായാലും ഓക്കെ. ഗ്ലുപ്പ് അടിച്ചല്ലോ. ഏതായാലും നമ്മൾ ചേർത്തല റെയിൽവേ സ്റ്റേഷനാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായല്ലോ അല്ലേ. ശ്രീരാഗും ഋത്തിഷും എല്ലാവരും ഉണ്ട്. ശ്രീരാട്ടനാണ് അവനതാ രാവിലേട്ടനൊക്കെ ഒന്ന് മാസമാണ്. നമ്മൾ ഇവരുണ്ടായിരുന്നു. ആക്ച്വലി ഇവർ പേര് നിങ്ങൾക്ക് അറിയാതെ എനിക്കറിയത്തില്ല. അവരെല്ലാവരും ഫ്രണ്ട്സാണ്. ഡേ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് ആലപ്പുഴ ടു കോഴിക്കോടാണ് വരുന്നത്. ട്രെയിനിലൊക്കെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ആയി. അവനെല്ലാം ഒരു 10-20 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫറൂഖ് എത്തി. അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെയാണ്. ചുമ്മാ സിമ്പിൾ, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ പറയുമ്പം 3 ജില്ലയൊക്കെ ആണെങ്കിൽ ഏതായാലും എൻ്റെ വീട്ടിലോട്ടൊന്ന് ഇറങ്ങി എനിക്കാൻ പോയി ഒരു സ്ലീപ്പ് ഓവറിന് വേണ്ടി. അപ്പം അവിടെ ജസ്റ്റ് പോയപ്പോൾ നല്ലൊരു ഷവർമ കഴിക്കാൻ തോന്നി. അതുണ്ടോ, ഇതാണ് ഷവർമ. നിങ്ങൾക്കറിയത്തില്ല എന്നല്ല, ഒരു രസം കാണിക്കാൻ. അതാ സംഭവം കൊള്ളായിരുന്നു. ഞങ്ങളുടെ അടുത്ത നാട്ടിലൊരു കട തന്നെയാണ്. അത്യാവശ്യം മീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അടിപൊളിയായിരുന്നു. ഉണ്ടോ, അതെ. ഇതായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്. ഏതായാലും നമ്മൾ ഡേ 2 സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ കോഴിക്കോടിലോട്ട് പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ. ഇതാണ് കോസ്റ്റ്യൂം വരുന്നത്. നമുക്ക് ഏതായാലും അവിടെ വെച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഡേ 2 സ്റ്റാർട്ട് ചെയ്യാണ്. അറിയാം, ഇച്ചിരി നോയ്സി കാര്യങ്ങളൊക്കെ ആയിരിക്കും, കാരണം അറിയാമല്ലോ ചുറ്റും വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നല്ല അടിപൊളി സ്കൈയും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ നമ്മളതായത് ഇവൻറ്റിലോട്ട് പോവാണ്. നമ്മളിന്ന് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഇവൻ്റ് എന്ന് വെച്ചാൽ നമ്മളേതായാലും അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഇവൻ്റ് എന്ന് വെച്ചാൽ ഗൂഗിളിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞ ഇവൻ്റാണ്. അത് ഇവിടെ കോഴിക്കോട് വെച്ച് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡേ 1 അല്ലെങ്കിൽ ഡേ 2 നമ്മളിവിടെ കോഴിക്കോട് എത്തിയത്. ഡേ 1 ആലപ്പുഴ ആയിരുന്നല്ലോ. കാര്യം ഷൂട്ട് ചെയ്യാൻ കിട്ടിയിട്ടില്ല എന്നറിയാം. ഏതായാലും ഇതിൻ്റെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഞാൻ വരാം. അപ്പോൾ ഇവൻ്റെ കാര്യങ്ങളിലോട്ട് നിങ്ങളെ ഞാൻ എത്തിക്കാം. അപ്പോൾ അതുവരേക്കും അടുത്തൊരു ബ്ലിപ്പ് അടിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വാ. ഏതായാലും ഇതായിരുന്നു ഇവൻ്റ് നടന്ന സ്ഥലം. അത്യാവശ്യം ഒരു 4 സ്റ്റാർ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു GDG കോഴിക്കോട് പ്രൊവൈഡ് ചെയ്തത്. ആദ്യം തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് കിട്ടി. അത് കൊള്ളായിരുന്നു. പിന്നെ ആദ്യം വർഷയ്ക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ലേറ്റായിട്ടാണ് വന്നത്. അതുണ്ടോ, ഇങ്ങനെ 2 തരം സെക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. മെയിൻ ഫുഡ് അടിക്കാനല്ല പോയത്, പക്ഷേ നല്ല ഫുഡ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ. കാരണം ഈവൻറ്റ്സ് കാര്യങ്ങളൊന്നും എനിക്ക് പ്രോപ്പർലി വ്ളോഗ് എടുക്കാൻ പറ്റത്തില്ല. കുറച്ചും കൂടി ഒഫീഷ്യൽ പരിപാടി കാര്യങ്ങളൊക്കെ ആണ്. ഈ പുള്ളിയുണ്ടോ, ഈ പുള്ളി അടിപൊളിയാണ്. ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഒരാളാണ്. മാസ്റ്റർ കാർഡ് നിങ്ങൾക്ക് അറിയത്തില്ല, അതിനൊക്കെ ഒരു മെയിൻ കക്ഷിയാണ്. ഞാൻ സംസാരിച്ചു കേട്ടോ. ഏതായാലും കണ്ണാടി ഏതായാലും കിട്ടിയല്ലേ, കുറച്ച് ആറ്റിറ്റ്യൂഡും കുറച്ച് സംഭവങ്ങളൊക്കെ പിടിക്കാം. ഏതായാലും നോക്കി കുഴപ്പമില്ല. ഏതായാലും മെയിൻ സാധനം ഫുഡടി, ഉച്ചക്കത്തെ ഫുഡടിയാണ്. ആദ്യം ചോറൊക്കെ കണ്ടു, പിന്നെ വേണ്ടാന്ന് വെച്ചാൽ അന്നേരം പിന്നെ എടുത്ത് ഗീ റൈസൊക്കെ. പിന്നെ 10 ദിവസം എടുത്താലോ ഇങ്ങനെയായി. പിന്നെന്താ വെച്ചാൽ ഫോണും എടുക്കാൻ സമയം കിട്ടിയില്ല. മൊത്തം എടുത്ത് തുടങ്ങി. പിന്നെ ഓർത്ത് നിങ്ങൾക്കൊന്ന് കാണിക്കാമല്ലോ. അതുണ്ടോ, മീറ്റൊക്കെ ഉണ്ടോ, നല്ല ടെൻഡറല്ലേ, കൊതി വരുന്നുണ്ടെന്ന് അറിയാം. പക്ഷേ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഡെസേർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പക്ഷേ കേക്ക്സ് ഉണ്ടായിരുന്നു. പിന്നെ എന്തുവാ കേക്ക്സ് അതൊന്നുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ കേക്ക് എടുത്തിട്ടുണ്ട്. മെയിനായിട്ട് അതൊക്കെ തന്നെ ആയിരുന്നു. ഉണ്ടോ, വലിയൊരു ഐസ്ക്രീമൊക്കെ. ഇതൊക്കെ ഞാൻ ഇങ്ങനെ കഴിക്കും. നിങ്ങൾക്ക് കൊതി നേരം വെക്കരുതേ. ഞാൻ ചുമ്മാ ഒരു നിങ്ങൾക്ക് കാണിക്കുന്ന രൂപത്തിൽ എടുത്തതാണ്. കാരണം പറഞ്ഞില്ലേ, ഇവൻ്റ് കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ ക്യാപ്ചർ ചെയ്യാമെന്നല്ലാതെ അവിടെ വ്ളോഗ് എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ കൂടി ഒരു സംഭവത്താണല്ലോ. ഈ അവനൊക്കെ അത്യാവശ്യം നൽകിയുള്ള ഐഡിയ ഉള്ള ആളായിരുന്നു. പിന്നെ ആക്ച്വലി എല്ലാവരും കൊണ്ട് ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവൻ്റ് ഓൾമോസ്റ്റ് അങ്ങനെ എൻ്റെ ആയി നമുക്ക് പറയാം. ഏതായാലും നമ്മൾ പാർട്ട് 1 ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഏതായാലും കുറച്ചും കൂടി കൊതി തരാൻ വേണ്ടി സ്നാക്സും കൂടി കഴിക്കുന്നതാണ്. ഏതായാലും പാർട്ട് 1 ഇവിടെ നിർത്തണം. 3 ഡിസ്ട്രിക്ട്
ഒരുപാട് ടൈം അത്ര ക്യാപ്ചർ ഇല്ല എന്ന് വെച്ചിട്ട് കുറച്ച് ക്യാപ്ചർ ആയിട്ടുണ്ട്. അപ്പം ബാക്കി ഡിസ്ട്രിക്റ്റും അല്ല ഇതിൻ്റെ ഒരു നൈറ്റൊക്കെ ആയിട്ടില്ലല്ലോ. അപ്പോൾ 3 ഡേ അല്ലേ, 1.5 ഡേ ആയിട്ടുള്ളൂ. ബാക്കി ഡേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. ഏതായാലും അതുവരേക്കും ബൈ.